ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതാ കണ്ടു, നമ്മളിന്ന് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കാനായിട്ട് വന്നതാണ്. കാരണം ഇപ്പം രാത്രി ആവാറായി, ഇപ്പോഴാണ് കണ്ടത് ഇത്രയും കളറായത്. ഇത് നിർത്തിയാൽ ചിലപ്പോൾ നാളത്തേക്കെങ്ങാനും വല്ലതും കൊത്തിയാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതപ്പം ഇന്നത് നമ്മൾ പറിച്ചെടുക്കുകയാണേ. ഉള്ളാണ്. അപ്പോൾ ഇത് മുൻപ് നമുക്ക് കിട്ടിയ അത്രയും വലിപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് നമ്മളെ വീട്ടിൽ ഇംഗ്ലീഷ് വളമൊന്നും ഉപയോഗിക്കാതെ സാധാ നമ്മളുടെ അടുക്കള വേസ്റ്റ് ഉപയോഗിച്ച് മാത്രം നമ്മൾ ചെയ്തതാണ്. മാത്രമല്ല, അത് 1 വർഷം കഴിഞ്ഞു ഇത് ഉണ്ടായി. അതേ പോട്ടിൽ നിൽക്കണ ഒരെണ്ണത്തിൽ നിന്നാണ്, മദർ പ്ലാന്റിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. മുറിച്ച് വെച്ച വേറൊരു പ്ലാന്റാണ്. 2 എണ്ണം ഇരിക്കുന്നതിൽ ഒരെണ്ണമാണ് അതാണ് മദർ പ്ലാന്റ്. ഇത് രണ്ടാമതുണ്ടായത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല എന്താ പറയുക, യാതൊരുവിധ വിഷാംശവും ഇല്ലാത്ത നല്ല ഓർഗാനിക്കായിട്ടുള്ള ഫ്രൂട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഒരെണ്ണം കൂടെ പാകമായിക്കൊണ്ട് വരുന്നുണ്ട്, നോക്കാം നമുക്ക്. നമ്മൾ നാളെ പറിച്ചെടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. ഇത് രണ്ടാമത്. ഇത് ഇനി നാളെ എടുക്കുന്നുള്ളൂ. കാരണം ഇത് ഇന്ന് എടുക്കുന്നില്ല. കുറച്ചും കൂടെ കളറൊക്കെ വന്നിട്ട് നാളെ ഇത് കുറച്ചുകൂടെ വലിപ്പമുണ്ട് നമ്മൾ പറിച്ചെടുത്തതിനേക്കാളും. അപ്പോൾ ഇയാളെ നാളെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ സന്തോഷം. ഓക്കേ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട്, ഇനിയിപ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞ് നാളെ ഇത് കട്ട് ചെയ്യുന്നതും കൂടെ എടുത്തിടാവേ. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ നമുക്കൊന്നും ടയർ വെച്ചൊന്നും സപ്പോർട്ട് കൊടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ വിളവൊക്കെ കിട്ടിയേനെ. നമ്മുടെ സാധാരണ അടുക്കള വേസ്റ്റ് മാത്രം ഉപയോഗിച്ച് അന്ന് വെച്ച പോട്ടിംഗ് മിക്സറാണ്. നട്ട സമയത്ത് പോട്ടിംഗ് മിക്സർ മാറ്റിയിട്ടൊന്നുമില്ല. കാരണം ഇത് മുള്ളാണ്. നമുക്കിതിനോട് ഇടപെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ എനിക്കൊന്ന് കിട്ടി ഇത് പറിച്ചെടുക്കാൻ വന്നപ്പോൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സന്തോഷം. ഓക്കേ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.